ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിന്റെ മായിക ജീവിതത്തിൽ നിന്നും ജീവിതം പടിയിറങ്ങിപ്പോകുമ്പോൾ ആസുര ജീവിതത്തിന്റെ സൃഷ്ടികൾ ഉണ്ടാവുന്നുണ്ടോ ബാംഗ്ലൂരിൽ? ബാംഗ്ലൂരിലെ മലയാളികളുടെ ബാംഗ്ലൂർ ഡേയ്സിനെ കുറിച്ചുള്ള കേരള സമ്മിറ്റിന്റെ അവസാന ഭാഗം. ഈ ഒരു ക്രിമിനൽ ടെൻഡൻസി ന്യൂ ജനറേഷൻ തലമുറയിൽ പ്രത്യേകിച്ചും മെട്രോ സിറ്റികളിൽ കൂടുതലായി വരുന്നു എന്ന് വാർത്ത കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മളുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ തന്നെ അടുത്ത കാലത്ത് ഒരു ദാരുണമായ കൊലപാതകം നടക്കുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൊറാലിറ്റി, സദാചാരം ടെക്കികളുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒപ്പം അത് കുടുംബ ബന്ധത്തെ തകർക്കുന്നുണ്ടോ? പലപ്പോഴും സ്ട്രെസ്സിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബ ബന്ധവും തകരുന്നു, ഡൈവേഴ്സുകളുടെ എണ്ണവും പെരുകുന്നു. ബാംഗ്ലൂരിൽ എങ്ങനെയാണ് അവസ്ഥ? തീർച്ചയായിട്ടും ഡൈവേഴ്സ് റേറ്റ്സ് ആർ ഹൈ. ബാംഗ്ലൂർ മാത്രമല്ല, എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഐ ടി ഫീൽഡ്. കാരണം ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ടു മീ. ഡിപ്രഷൻ, പിന്നെ ആങ്സൈറ്റി, സെക്ഷൽ പ്രോബ്ലംസ്, ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഒന്ന് ടൈം മാറ്റേഴ്സ്. ഭർത്താവ് കാലത്ത് പോവും, വൈഫ് രാത്രി പോവും, അല്ലെങ്കിൽ വൈഫ് കാലത്ത് പോവും, ഭർത്താവ് രാത്രി. ദേ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് or time to express their feelings. അതൊന്നുണ്ട്. സെക്കൻഡ്, കുക്കിംഗ്. അവർക്ക് കുക്കിംഗ് ചെയ്യാൻ വയ്യ. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ടൈം. സ്ട്രെസ്ഡ് ലൈഫ്, ടൈമില്ല. സോ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഫുഡ്, ഔട്ട്സൈഡ് ഫുഡ്. ഒരു റീസൺ. പിന്നെ മൂന്നാമത്തത്, ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആത്മഹത്യകൾ ജാസ്തിയാണ്. ബിക്കോസ് ദേ കനോട്ട് ആക്സെപ്റ്റ് നോ എന്നൊരു കാര്യം അവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അത് അഡൾട്ട്സ് ആയാലും ശരി, ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളായാലും ശരി, നോ എന്നുള്ള വാക്ക് ആക്സെപ്റ്റ് ചെയ്താൽ അവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീസെൻ്റ്ലി ഐ ഹാഡ് എ കേസ്. അവർക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഐഫോൺ ചോദിച്ചു. അപ്പോൾ പാരൻസ് പറഞ്ഞു ഐഫോൺ. പാരൻസ് ഡോക്ടേഴ്സ് ആണ്. പാരൻസ് പറഞ്ഞു എനിക്കിപ്പോൾ ഐഫോണിൻ്റെ ആവശ്യമില്ല. നോ, ഷീ സെഡ് നോ, ഐ വോണ്ട് ആൻ ഐഫോൺ. എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വാട്സാപ്പിൽ ഇരിക്കണം, എനിക്ക് കുറേ കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യാനുണ്ടെന്ന്. ദ മൊമെൻറ്റ് ദേ സെഡ് നോ, ഷീ ഡ്രാങ്ക് ഫിനോയിൽ. സോ അവർക്ക് നോ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിന് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ബിക്കോസ് ബോത്ത് പാരൻസ് ആർ വർക്കിംഗ്. ചെറുപ്പം തൊട്ട് തന്നെ ആ കുട്ടി എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുത്തു. ദ റീസൺ, ഞാൻ ചോദിച്ചു എന്തിനു നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു? ഞങ്ങൾ അനുഭവിക്കാത്തത് എൻ്റെ മക്കൾ അനുഭവിച്ചോട്ടെ. സോ ദാറ്റ് വാസ് ദ തിങ്. അപ്പോൾ ഇപ്പോൾ അവർ നോ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലീന, എനിക്ക് തോന്നുന്നു സംതൃപ്തമായ കുടുംബജീവിതം എത്ര വർഷം ഇപ്പോൾ പിന്നിട്ട് കാണും? 22. ദേവസി, സംതൃപ്തം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി വന്നു. എന്താണോ കാരണം? ഈ സംതൃപ്തമായ കുടുംബജീവിതം ഇത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾ. ഇതെങ്ങനെ സാധ്യമാക്കി? പലപ്പോഴും 22-ന് മുമ്പ് തന്നെ, 2 വർഷമാകുന്നതിന് മുമ്പ് ഡൈവേഴ്സുമായിട്ട് പോകുന്ന ആളുകളാണ് പ്രത്യേകിച്ച് മെട്രോ നഗരങ്ങളിലുള്ളത്. എങ്ങനെ സാധ്യമായി? ഇതും സാധ്യമാണോ? അതൊക്കെ നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതികൾ കുറെയൊക്കെ ഇതിനോട് യോജിച്ചിരിക്കുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും സമയമുണ്ടായിരിക്കണം. ഈവനിങ്ങിൽ കുട്ടികളുടെ കൂടെ കുറെ സമയം ചെലവഴിക്കണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അതുമായിട്ട് ചർച്ച ചെയ്യണം. ഇന്നത്തെ ജീവിത തിരക്കിന്റെ ഇടയിൽ ഇതൊന്നും കമ്പനി ജോലി ചെയ്യുന്ന ജീവനക്കാരി ഇത് കണ്ടോണ്ടിരിപ്പുണ്ട്. പ്രേക്ഷകർ പറഞ്ഞോ, ഈ തിരക്കിനിടയിൽ ഇന്ന് കുട്ടികളുമായിട്ടൊന്നും പങ്കുവെക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനും സമയം കിട്ടുന്നില്ല. അതൊക്കെയാണ് കൂടുതൽ കുട്ടികളെ ഈ ക്രൈമിലേക്ക് തിരിക്കുന്നതെന്നാണ് എൻ്റെ. ഇല്ല, ഈ സംതൃപ്തമായ കുടുംബം എന്ന് പറയുമ്പോൾ ഇത് ഇപ്പം ഈ സംതൃപ്തിക്ക് ഒരു തോന്നലാണ് എന്നാണോ? അതൊക്കെ ഒരു തോന്നലാണ് എന്നാണോ? അല്ലല്ല, ഈ സംതൃപ്തിക്ക് കുറവ് വരുന്നത് നമ്മുടെ ആ ഒരു പഴയ രീതിയിലുള്ള ഒരു കുടുംബം. അതായത് കൂടുതലും ഭർത്താവ് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വൈഫ് വീട്ടിൽ ഇരിക്കുന്നു, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഈ കോൺസെപ്റ്റ് സംതൃപ്തമായ കുടുംബത്തിനും ആരോഗ്യമുള്ള കുട്ടികൾക്കും ആവശ്യമായ ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം നമുക്ക് വന്നിട്ട് വി ആർ പ്രൊമോട്ടിങ് അതർ വാല്യൂസ് ലൈക്ക് ഇൻഡിവിജ്വലിസം, വുമൺ ലിബറലൈസേഷൻ. അതും ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഫാമിലി ലൈഫ് വെരി മച്ച്. ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ മെട്രോ നഗരത്തിൽ പെരുകി വരുന്നത് പുരുഷന്മാർക്ക് ഒരു ഭീഷണിയാണ്, പ്രത്യേകിച്ച് സംതൃപ്തമായ കുടുംബജീവിതത്തേക്ക് ഒരു തടസ്സമാണ് എന്നാണ് സൂചിപ്പിച്ചതിന്റെ പരോക്ഷമായ അർത്ഥം. ശരിയാണോ? ഒരളവ് വരെ യെസ്, അത് ശരിയാണ്. അത് എവല്യൂഷന്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പുരോഗമനം, സ്ത്രീ പുരോഗമനവും സ്ത്രീയുടെ വളർച്ചയും സ്ത്രീ സ്വാതന്ത്ര്യവും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സത്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡൈവോഴ്സ് നേടുന്ന ടെക്കിയായ ഒരു സ്ത്രീ വിമോചനം നേടുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അവൾ സ്വാതന്ത്ര്യം കണ്ടെത്തുവാണ് എങ്കിൽ അവൾക്ക് എന്തോ അസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലായി. അല്ലാതെ എല്ലാവരും അതിലൂടെ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നു എന്നൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ സ്ത്രീ എന്തോ അനുഭവിച്ചിരുന്നിരിക്കാം, അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക്. പഴയ കാലത്തെ തലമുറ എന്തും സഹിക്കുമായിരുന്നു. ഭർത്താവ് പറയുന്നതും കുടുംബം സഹിക്കുന്നതും അമ്മായിയമ്മ പറയുന്നതും സഹിക്കുമായിരുന്നു. അന്നത്തെ സ്ത്രീക്ക് വിദ്യാഭ്യാസം അത്ര ഉണ്ടായിരുന്നു. അത് സപ്രസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കും. സപ്രസ് ചെയ്യല്ല, അതൊന്നും സഹനശക്തി, സ്നേഹത്തിന്റെ പുറത്തായിരുന്നു സഹിച്ചിരുന്നത്. ഞാനൊരു പഴയകാല ഡോക്ടറിനിലോ ആണ്. അപ്പൊ നമുക്ക് ആ സ്നേഹത്തിന്റെ, അതായത് അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടുവന്നിട്ട് വേറൊരു ഫാമിലിയിലേക്ക് വിടുമ്പോൾ
വരുമ്പോൾ അപ്പോൾ അവിടെ നിൽക്കുന്നവർ നമ്മുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അവർ പറയുന്നതും അതുപോലെ ഒരു ഈക്വാലിറ്റി തോന്നിപ്പിക്കണമെങ്കിൽ അത് പറഞ്ഞ മാതിരി വളർച്ചയിൽ കിട്ടുന്നതാണ്. പക്ഷെ അത് സഹനശക്തി, സ്നേഹത്തിന്റെ പുറത്താണ് ആ സഹനശക്തി വളർന്നിരുന്നത്. ഇന്നിപ്പോൾ അതല്ല, ഇത് ആർ ഫോഴ്സ് ചെയ്യാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ IT കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പലതും പറഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ ആ IT-യിലുള്ള ആ യങ്സ്റ്റേഴ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല? അവർ ജീവിക്കുന്ന മുഴുവൻ മറ്റുള്ള അമേരിക്കൻ കമ്പനികൾക്ക്, മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടിയല്ലേ? അപ്പൊ ആ സമയമല്ലേ, അവരുടെ ഉറക്കമല്ലേ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്? പിന്നെ എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണും രാത്രി? ഇന്നിപ്പോൾ ടെക്കി എന്ന് പറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പൊ നിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാന്നുള്ളൊരു തൻ്റെ ഇടം അവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഈഗോയുടെ പ്രശ്നങ്ങളിലാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഡൈവോഴ്സിലേക്ക് കലാശിക്കുന്നത്. വ്യക്തമായും ഡൈവേഴ്സ് ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ സഹിച്ചുകൊണ്ട് അല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഈ മുത്തച്ഛന്മാരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ എല്ലാം പ്രഷർ കാരണം, വീട്ടുകാരുടെ പ്രഷർ കാരണം എല്ലാവരും ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിച്ചിരുന്നു, ചാവണ വരെ ജീവിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ രണ്ടുപേർക്കും ഒന്നി ജോലി ഉണ്ടായി. ടെക്കികളുടെ മാത്രം കാര്യമല്ല, ജോലിയുള്ള മീഡിയയിലുള്ളവരാണെങ്കിലും മറ്റവരാണെങ്കിലും അവർക്ക് പുറത്തു വരാനും ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. ഇപ്പൊ ഫാമിലി ആകുമ്പോൾ നമ്മൾ കുറച്ച് സഹിച്ചും ക്ഷമിച്ചും നമ്മളുടെ മക്കൾക്ക് വേണ്ടി ആയിട്ട് ജീവിക്കണം. അതിനോട് അങ്ങനെ സഹിച്ച് ജീവിക്കുന്നതിനോട് താല്പര്യമുണ്ടോ? സഹിക്കാൻ എക്സ്റ്റെൻഡ് വേണം, കുറച്ചൊക്കെ സഹിച്ച് ഇതാക്കണം. മാരേജ് ഇസ് എ കോംപ്രമൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കേണ്ടത്. യു ഹാവ് ടു അഡ്ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ബട്ട് ഇഫ് ഇറ്റ്സ് റിയലി ബാഡ് ദെൻ വാട്ട്സ് ദി പോയിന്റ്? വളരെ പ്രസക്തമായ കേരളത്തിന്റെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ടെക്നോ പാർക്കിൽ അടുത്ത കാലത്ത് നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചാൽ എങ്ങനെയാണ് ബാംഗ്ലൂരിലെ ടെക്കികൾ, പ്രത്യേകിച്ച് ഭർത്താവിനേക്കാൾ കൂടുതൽ ഇഷ്ടവും അടുപ്പവും ഒരു സഹപ്രവർത്തകനിൽ നേരെ വരാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷമുണ്ടോ ഇത്തരം സാഹചര്യങ്ങളിലും സ്ഥാപനങ്ങളിലും? കേരളത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടൊരു വലിയ ദുരന്തവും ഉണ്ടായി. ബാംഗ്ലൂരിലെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാധ്യത കേരളത്തെ അപേക്ഷിച്ച് എത്രത്തോളം ഉണ്ട്? ഈ പറഞ്ഞ സംഭവങ്ങൾ ഇതിനു പല സ്കൂളുകളിലും സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറെ പല സ്ഥാപനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ആഗോള പ്രശ്നമാണ്, അല്ലാതെ കേരളമോ ബാംഗ്ലൂരോ തമ്മിലുള്ള വ്യത്യാസമല്ല. ബാംഗ്ലൂരിലെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ ആൻറ്റി കസിൻ അങ്കിൾ ബന്ധാണ്. അത് സ്വന്തം ആൻറ്റി ആണെങ്കിലും കസിൻ ആണെങ്കിലും അങ്കിൾ ആണെങ്കിലും പച്ചക്കറി വിൽക്കുന്ന ആളും ആൻറ്റിയാണ്. അടുത്ത് കുറേ ദൂരമുള്ള ഒരാളാണെങ്കിലും കസിനാണ് അല്ലെ അങ്കിളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങൾ അവർക്ക് സ്വന്തമായി തീരുക ചെയ്യുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ആ ബന്ധത്തിലുണ്ടാവും. നമ്മളിപ്പം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാൾ വേണമെങ്കിൽ ഇവിടെ അടിച്ചു പൊളിക്കാം, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ പാരൻസ് എങ്ങനെയാണ് നമ്മളെ വളർത്തിയത് ആ രൂപത്തിൽ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഓഫീസിൽ തന്നെ ആണെങ്കിൽ നമുക്ക് സാറ് പറഞ്ഞ പോലെ രണ്ട് രൂപത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. വളരെയധികം അടിച്ചു പൊളിച്ച് കിട്ടുന്ന ക്യാഷ് ഫുള്ള് ഇല്ല. അപ്പോൾ അതിൽ ഞാൻ ആ രൂപത്തിൽ വളർന്നു വന്നിട്ടില്ല. പക്ഷേ പല രൂപത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാർട്ടി രൂപത്തിൽ എല്ലാം അടിച്ചു പൊളിച്ചിട്ട് പിന്നെ പൈസ എല്ലാം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് പോകുന്ന IT പ്രൊഫഷണൽസ് ഉണ്ട്. ഈ പാർട്ടി ലൈഫിൽ മലയാളി കുട്ടികൾ പൊതുവെ കുറവാണോ അതോ കൂടുതലാണോ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച്? എല്ലാം ഉണ്ട്. പാർട്ടി ലൈഫിൽ നമ്മൾ മലയാളി കുട്ടികളുണ്ട്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മളൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതിന് പറ്റിയ സാഹചര്യം ഇവിടെ ഉണ്ട്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അർത്ഥത്തിൽ നമ്മൾ എല്ലാവരും മലയാളികൾ വിശേഷിപ്പിക്കുന്ന ആ കേരളം പുറകോട്ട് പോകുന്നത് കൊണ്ടും ആവാം ബാംഗ്ലൂരിലേക്ക് ഇത്ര വലിയ ഒഴുക്ക് വരാനുള്ള കാരണം. പല സാംസ്കാരിക മേഖലകളിലും അതേപോലെ സാമ്പത്തികമായ മേഖലകളിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ അവിടെ ജീവിക്കാൻ ദുസ്സഹമായതുകൊണ്ട് കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് നമ്മൾ കാരണങ്ങളിൽ നമ്മൾ പെടുത്തേണ്ടത്. ഒരു കാര്യം നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത്, ബാംഗ്ലൂർ ഇസ് എ ഹീപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇത്രയും ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജിയോഗ്രഫിക്കലി വി ആർ വെരി ക്ലോസ് ടു കേരള. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താൽ കേരളത്തിൽ, 5 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്താൽ കേരളത്തിലെത്തും. അപ്പം ഇത്രയും അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്താൽ, ഈ അടിപൊളിയുടെയും ഇൻകത്തിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും ഒക്കെ ഒരു ബാലൻസിങ് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ഥലം ജീവിക്കാൻ ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് തന്നെയാണ് സത്യം. ഒരുപാട് നല്ല ആളുകൾ ജീവിക്കുന്ന നഗരമാണ് ബാംഗ്ലൂർ. സന്നദ്ധ സംഘടനകൾ, ചില അറിയപ്പെടുന്നത് അറിയപ്പെടാത്ത സന്നദ്ധ സംഘടന, വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം സ്ഥിരമായി സാമൂഹ്യ സേവനത്തിന് നൽകുന്ന നിരവധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഒരുപാട് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ മാർത്തഹള്ളി ഭാഗത്ത് ഹീലിംഗ് ടച്ച് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സഹായ സംഘം, അവർ 100% പ്രൊഫഷണൽ ആളുകളാണ്. പക്ഷെ അവർ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകൾ പോകുന്നു. വളരെ പോസിറ്റീവായ നഗരമാണ് ബാംഗ്ലൂർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് സ്വതന്ത്രമായി സുന്ദരമായി ജീവിക്കാൻ പറ്റും. പിന്നെ വഴികേടിലേക്ക് പോകാൻ ഏത് നഗരത്തിലും ഏത് നാട്ടിലും അവസരങ്ങളുണ്ട്. ആ വഴി നമ്മൾ പോകാതിരിക്കണം. സുന്ദരമായ നാടാണ് ബാംഗ്ലൂർ, നല്ല ആളുകളുടെ നാടാണ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വളർച്ചാ നിരക്കുള്ള നഗരമാണ് ബാംഗ്ലൂർ. ഒപ്പം തന്നെ ലോകത്ത് ഏറ്റവും അധികം സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഒരു സ്ഥലത്ത് നിന്നും കയറ്റുമതി ചെയ്യുന്നതിൽ 1ാം സ്ഥാനത്താണ് ബാംഗ്ലൂർ. മറ്റൊരു രഹസ്യവും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം പങ്കുവയ്ക്കട്ടെ. ഏറ്റവും അധികം
ഭാരതരത്ന നോമിനേഷൻസിനെ കൊടുത്തതും ബാംഗ്ലൂർ നഗരമാണ്. ഇത് സർഗശേഷിയുള്ളവരുടെ നഗരമാണ്. സർഗശേഷിക്ക് പലപ്പോഴും വളർച്ചയുടെ തോത് നിർണ്ണയിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ വളർച്ചയുടെ തോതാണ് ബാംഗ്ലൂരിൽ നിർണ്ണയിക്കപ്പെടുന്നത്. നമ്മുടെ മലയാളികൾ അതിൽ പങ്കെടുക്കുന്നത് സവിശേഷകരമായ അഭിമാനം തരുന്നു ഞങ്ങൾക്കും മീഡിയ വണ്ണിനും. ബാംഗ്ലൂർ മലയാളികൾ ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ മലയാളികളായ നമ്മൾ അവരെ കരുതി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പ്രശ്നങ്ങൾ ഇല്ലാതെയല്ല. വഴികൾ എല്ലായിടത്തും ഉണ്ട്. അത് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങോട്ട്, ഏതു വഴിയിൽ ആര് പോകണമെന്ന്. ബാംഗ്ലൂരിൽ വഴികളേറെയാണ്. ആ വഴികളിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതും അതുതന്നെയാണ്. ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി എത്താം. മായിക ലോകവുമായി സ്വപ്ന നഗരത്തിന്റെ ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശുഭരാത്രി, സുഖനിദ്ര.